സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും എന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ പേര് കാർ ഇൻഫോ എന്നാണ്. സോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇത് ഓപ്പൺ ചെയ്ത് അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം, ക്ലിക്ക് ചെയ്യാം. അത് നമുക്കിവിടെ വെഹിക്കിൾ ഓണറിന് കൊടുക്കാം. ഇവിടെ നമ്മുടെ ലൊക്കേഷൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ സ്ഥലം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വെഹിക്കിൾ സെർച്ച് വേണ്ടി കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നമ്മുടെ വണ്ടി നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇനി നമുക്ക് സെർച്ച് കൊടുക്കാം. സോ സെർച്ച് കൊടുക്കുമ്പോൾ ഈസ് ദിസ് യുവർ വെഹിക്കിൾ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വെഹിക്കിൾ ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. സോ നമ്മൾ കുറച്ച് ചോട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ RC ഡീറ്റെയിൽസ് മൊത്തമുണ്ട്. രജിസ്ട്രേഷൻ ഡേറ്റ്, നമ്മുടെ ഏത് RTO ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓണറാണോ, ഓണർഷിപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓണറാണോ സെക്കൻഡ് ഓണറാണോ എന്ന്. സോ പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, അതായത് നമ്മുടെ ഫിറ്റ്നസ്, ഇൻഷുറൻസ് എപ്പോഴാണ് എക്സ്പയറി ആവുക എല്ലാം ഇവിടെ കാണിക്കും. പൊല്യൂഷൻ, PUC എല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. ഇനി അതർ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ അത് നമുക്ക് അറിയുന്നതുകൊണ്ട് അത് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. കളർ ഇവിടെ കാണിക്കും. അൺലോഡഡ് വെയിറ്റ് ഇവിടെ കാണിക്കും. പിന്നെ നമ്മുടെ RC സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണെന്ന് കാണിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ നമുക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ കാണാൻ സാധിക്കും. എപ്പോഴാണ് എക്സ്പയറി ചെയ്യുന്നുള്ളതും കൂടി ഇവിടെ കാണിക്കും. സോ നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വണ്ടികളുടെ സ്പെക്സും ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ബൈക്കായാലും കാറായാലും ഏതൊരു വണ്ടിയായാലും ഇതിൽ നോക്കാനായിട്ട് സാധിക്കും. സോ പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് ചെല്ലാൻ, അതായത് പറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പോയിട്ട് നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കാറിൻ്റെ ഇൻഷുറൻസ്, ബൈക്ക് ഇൻഷുറൻസ് എല്ലാം ഇതിൽ അടയ്ക്കാനായിട്ട് സാധിക്കും. ഫാസ്റ്റാഗ് ഇതിൽ അടയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ കാറിൻ്റെ റീസെയിൽ വാല്യൂ നോക്കണമെങ്കിൽ അതും ഇതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പുതിയ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിലുണ്ട്. സോ ഇവിടെ ചോട്ടിൽ ഇവിടെ ന്യൂ കാറും ബൈക്സും ഉണ്ട്. സോ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ പുതിയ വണ്ടിയുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. സോ ഷോ ഓൾ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാറിൻ്റെ ഡീറ്റെയിൽസാണ്, കാറിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടും. 2 വീലേഴ്സിൻ്റെ ആണെങ്കിൽ 2 വീലേഴ്സിൻ്റെ കിട്ടും. RC കിട്ടും. ആക്സസറീസ്, അതായത് നമ്മുടെ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ ആക്സസറീസും ഇതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിവിടെ നിയർ ബൈ പ്ലേസസ് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്. അതിൽ നമുക്ക് പെട്രോൾ പമ്പ്, ചാർജിങ് സ്റ്റേഷൻ, മെക്കാനിക്ക്, കാർ വാഷ്, RTO ഇതെല്ലാം നമുക്ക് നിയർ ബൈ എവിടെയൊക്കെ ഉണ്ടോ, നമ്മുടെ അടുത്തായിട്ട് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വഴി അത് കാണിച്ചു തരും. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് തൊട്ടിട്ട് നടന്ന് ബെല്ലൈക്കൺ ടാക്കി അവിടെ അടിച്ച് പൊട്ടിച്ചിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എത്തിയാൽ ഞാൻ വീഡിയോ ഇടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കഴിച്ചൊക്കെ ലഭിക്കുള്ളൂ. പിന്നെ കമൻറ്റും കൂടി ചെയ്യണം. സുഹൃത്തും നല്ല വീഡിയോ വീണ്ടും കാണാം. സീ സൂൺ. ബൈ.